അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തഅലീമുൽ മുതഅല്ലിം അള്ളാഹു പൂർത്തിയാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സർനൂജി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ മദദ്, ഹിഫ്ള്, ഹിമായത്ത്, നസ്ർ, നളർ അള്ളാഹു നമുക്കും നമ്മുടെ വീട്ടുകാർക്കും ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, മാതാപിതാക്കൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാല അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാൻ പറയുകയാണ്, ഇന്നമാ അദ്റക്തുൽ ഇൽമ, എനിക്ക് അറിവ് ലഭിച്ചത്, ഞാൻ എന്തൊക്കെ അറിവ് നേടിയിട്ടുണ്ടോ ആ അറിവിൻ്റെയൊക്കെ രഹസ്യം, അറിവ് കിട്ടാനുണ്ടായ കാരണം ബിൽ ഹംദി, സ്തുതി കാരണമാണ്, ഹംദ് കാരണമാണ്. ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുമായിരുന്നു, ശുക്ർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഫകുല്ലമാ ഫഹിംതു ശൈഅൻ മിനൽ ഉലൂമി, ഫകുല്ലമാ ഫഹിംതു ശൈഅൻ, ഞാൻ ഒരു വസ്തു മനസ്സിലാക്കി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ, മിനൽ ഉലൂമി, അറിവിൽ നിന്ന്, വഖഫ്തു അലാ ഫിഖ്ഹിൻ വഹിക്മത്തിൻ, ഞാൻ ഒരു അറിവിൻ്റെ അധ്യായം നേടി അല്ലെങ്കിൽ ഒരു ആത്മജ്ഞാനം കരസ്ഥമാക്കി, എന്നാൽ ഖുൽതു, ഞാൻ പറയും, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഫസ്ദാദ ഇൽമി, അങ്ങനെ സ്തുതി പറയുന്നത് കൊണ്ട് തന്നെ ഫസ്ദാദ, എനിക്ക് വർദ്ധിച്ചു, ഇൽമി, എൻ്റെ അറിവ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ സൂറത്ത് ഇബ്രാഹിമിലൂടെ, നിങ്ങൾ എന്നോട് ശുക്ർ ചെയ്യുകയാണെങ്കിൽ അസീദന്നക്കും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അല്ല, നിങ്ങൾ എന്നോട് ശുക്ർ ചെയ്യാതെ നന്ദികേടാണ് വർദ്ധിക്കുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ അതിഭയാനകരമാണ്, പേടിക്കുക തന്നെ വേണം. വഹകദ യംബഗി ലി ത്വാലിബിൽ ഇൽം, ഇതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അയ്യസ്തഗില, അവൻ നിത്യമാവൽ, ജോലിയാവൽ, ബിശുഖ്രി ബിൽ ലിസാൻ, നാവ് കൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട്, വബിൽ ജിനാൻ, ഹൃദയം കൊണ്ടും ഖൽബ് കൊണ്ടും, വൽ അർഖാൻ, അവൻ്റെ അവയവങ്ങൾ കൊണ്ടും, വൽ മാൽ, അവൻ്റെ സമ്പത്ത് കൊണ്ടും. നാവ് കൊണ്ട് നന്ദി പറയണം, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അത് ഖൽബ് കൊണ്ടാകുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ വിചാരിക്കുക, മനസ്സിലാക്കുക, ഹൃദയം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് സ്തുതി അർപ്പിക്കുക, കാര്യങ്ങൾ നമ്മുടെ അവയവങ്ങൾ കൊണ്ടൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ പറയേണ്ടതില്ലല്ലോ, അർഹതപ്പെട്ട ആളുകളിലേക്ക് നമ്മുടെ സമ്പത്ത് വിഹിതം എത്തിക്കുക. അൽ ഫഹ്മ വൽ ഇൽമ വത്തൗഫീഖ് മിനല്ലാഹി തആല, അറിവ്, ജ്ഞാനം, അള്ളാഹുവിൻ്റെ വേണ്ടുക, തൗഫീഖ്, ഭാഗ്യം എന്നൊക്കെ പറയുന്നത് മിനല്ലാഹി തആല, അള്ളാഹു തആലയിൽ നിന്നുള്ളത് തന്നെയാണ്. അത് റബ്ബ് തന്നെ വിചാരിക്കണം, അല്ലാതെ കിട്ടൂല. വയത്ലുബുൽ ഹിദായത്ത, നാം തേടണം. എന്ത് തേടണം? അൽ ഹിദായ, നേരായ മാർഗം ലഭിക്കണമെന്ന്, കാണിക്കണമെന്ന്, അതിൽ സ്ഥിരമാകണമെന്ന് എപ്പോഴും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ എല്ലാ നിസ്കാരത്തിലും പറയൽ നിർബന്ധമാണ്, അല്ലേ? ഫർള് നിസ്കാരങ്ങളിലായാലും സുന്നത്തിലായാലും അതിൽ ഒരു ഫർളാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന, അള്ളാഹുവേ നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നടത്തേണമേ. അത് ജീവിതത്തിലുടനീളം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. ബിദ്ദുആഇ ലഹു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരക്കണം. വത്തളർറുഅ ഇലൈഹി, അള്ളാഹുവിലേക്ക് താണ് കേണ് അപേക്ഷിക്കുകയും വേണം, വിനയത്തോടുകൂടെ പെരുമാറണം. ഫഇന്നഹു തആല, തീർച്ചയായും അള്ളാഹു തആല, ഹാദിൻ, അവൻ നേർമാർഗം കാണിക്കുന്നവനാണ്, മനിസ്തഹ്ദാഹു, അവനോട് ഹിദായത്ത് ചോദിക്കുന്നവർക്ക്. കണ്ടറിഞ്ഞു തരിക എന്നുള്ളതല്ല, കണ്ടറിഞ്ഞു തരും, പക്ഷെ അതിനപ്പുറത്ത്
കണ്ടറിഞ്ഞു തരുന്നതിനേക്കാൾ ചോദിച്ച് വാങ്ങുന്നതിനാണ് പവർ. അതുകൊണ്ട് അത് ചോദിച്ച് വാങ്ങുക തന്നെ വേണം. ഞാൻ അടിമയാണ്, നീയാണെൻ്റെ ഉടമ, നീ എനിക്ക് തരണം എന്ന് പറഞ്ഞ് റബ്ബിനോട് അടിമയാണെന്ന ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ അത് റബ്ബ് തരാതിരിക്കില്ല. അഹ്ലുൽ ഹഖ്, അതായത് വഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ ത്വലബുൽ ഹഖ് മിൻ അല്ലാഹി തആല, അവർ അള്ളാഹുവിൽ നിന്നാണ് ഹഖ് ചോദിച്ചു വാങ്ങിയത്, തേടിയത്. കാരണം അൽ ഹഖുൽ മുബീനുൽ ഹാദിൽ ആസിൻ, അള്ളാഹു സത്യമാണ്, വ്യക്തമായ കൂട്ടുകാരനാണ്, നമ്മളെ കൂടെ നടക്കുന്നവനാണ്, നമുക്ക് സന്മാർഗം കാണിച്ചു തരുന്നവനാണ്, നമ്മുടെ സംരക്ഷകനാണ്. ഫഹദാഹുമുല്ലാഹു തആല, അള്ളാഹു അവരെ ഹിദായത്തിലാക്കുക തന്നെ ചെയ്യും. വഅസമഹും, അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അനിൽ ലലാല, എല്ലാവിധ ലലാലത്തുകളിൽ നിന്നും, വഴികേടുകളിൽ നിന്നും അള്ളാഹിനോട് ചോദിച്ച അള്ളാഹ് സംരക്ഷിക്കും. വഅഹ്ലുൽ ലലാലത്തി, വഴികേടിൻ്റെ ആളുകൾ, ബിദ്അത്തുകാരും ഫാസിഖുകളും അള്ളാഹുവിനെ വേണ്ട പോലെ മനസ്സിലാക്കാത്തവരുമായ ലലാലത്തിൻ്റെ ആളുകൾ, പിഴച്ചുപോയവർ, ഉഅ്ജിബു, അവർ സന്തോഷം കണ്ടെത്തുന്നു, സന്തോഷിക്കുന്നു, ബിറഈഹിം, അവരുടെ അഭിപ്രായം കൊണ്ട്. അവർ സ്വന്തമായി ചിന്തിച്ചുണ്ടാക്കുന്ന അഭിപ്രായങ്ങൾ, അവർക്ക് തോന്നുന്നത് അവർ ശരിയാണെന്ന് മനസ്സിലാക്കി അതിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നു. വഅഖ്ലിഹിം, അവരുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളിലും. വത്വലബുൽ ഹഖ, എന്നിട്ട് അവർ ഈ സത്യത്തെ തേടുന്നു. ലൂഖിൽ ആജിസ്, അശക്തനായ ഒരു സൃഷ്ടിയിൽ നിന്നാണ്. അവർ ബുദ്ധിയിൽ നിന്നാണ്, അതായത് അൽ അഖൽ, ബുദ്ധിയിൽ നിന്നാണ് അവർ ചോദിക്കുന്നത്. അന്നൽ അഖല, ഈ ബുദ്ധി എന്ന് പറയുന്നത് ലാ യുദ്രിക്കു, അത് എത്തിക്കുകയില്ല, അറിയിക്കുകയില്ല, ജമീഅൽ അഷിയ, എല്ലാ വസ്തുവിനെയും എത്തിക്കുകയില്ല. എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എനിക്ക് എല്ലാത്തിൻ്റെയും സത്യാവസ്ഥ മനസ്സിലാവുകയില്ല. കാരണം അതിനൊരു പരിധിയുണ്ട്. എൻ്റെ ബുദ്ധിക്ക് ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. കൽ ബസർ, കാഴ്ച പോലെ. ലാ യുബ്സിറു ജമീഅൽ അഷിയ, എല്ലാ വസ്തുക്കളും അതുകൊണ്ട് കാണാൻ പറ്റൂലല്ലോ. ഫഹുജിബു, അത് കാണാതിരിക്കുമ്പോൾ അത് നമ്മിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ എൻ്റെ കൺമുന്നിലുള്ളത് എനിക്ക് കാണാം, എന്നാൽ ഒരു ചുമരിനപ്പുറത്തുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണിന് അത്രയേ ശക്തിയുള്ളൂ. ഞാൻ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയെയാണ് ആശ്രയിക്കുന്നത്, എൻ്റെ ചെവിയുടെ കേൾവിയാണ് ആശ്രയിക്കുന്നത്. അതിനൊരു പരിധിയുണ്ട്. പക്ഷേ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് ആശ്രയിക്കുന്നത് കണ്ണിനെയും കാതിനെയും അല്ല, ഇതെല്ലാം പടച്ച് പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബിനെയാണ്. ആ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല. ഇങ്ങനെ ഈ സൃഷ്ടികളെ ആശ്രയിക്കുമ്പോൾ വഅജസു, അതെല്ലാം അശക്തമാകുന്നു. വലല്ലു, അതുവഴി അവർ വഴിപിഴച്ചു പോകുന്നു. അലല്ലു, അവർ മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൂടുതൽ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന, പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.